ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ തേർഡ് സെമിസ്റ്ററിലെ ഫോർത്ത് മൊഡ്യൂളായ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്, പിന്നെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താ പറയുന്നുണ്ട്, പിന്നെ നാച്ചർ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് ടോപ്പിക്കും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് പറയാം. റിവേഴ്സിബിൾ റിയാക്ഷൻ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു റിയാക്ഷന് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചെത്തണം പ്രോസസ്സിന്. അത് ഓക്കെ, അങ്ങനത്തെ റിയാക്ഷൻസിന് പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ വിച്ച് പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ സൈമിൾട്ടേനിയസ്ലി ടു എ നോട്ടീസബിൾ എൻഡ്. അതായത് ഇപ്പം നമുക്കറിയുന്ന ഒരു ഇക്വേഷനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിമ്പിൾ ഓർമ്മ വരും അല്ലേ? ഈ ഒരു സിമ്പിൾ ഈ പിന്നെ ആരോ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷനാണ്. ദിസ് വൺ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു ഏത് കേസിലാണോ പിന്നെ ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ ബാക്ക്വേർഡ് റിയാക്ഷൻ, ആ കേസിന് പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ പിന്നെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഓക്കെ, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അപ്പോൾ കുറച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ പ്ലസ് അയഡിൻ ഈക്വൽ ടു 2HI. ഓക്കെ, അതുപോലെ തന്നെ PCl5 ടു PCl3, ഇതൊക്കെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനുമാണ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം റിയാക്ഷൻ, അതായത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു എക്സാമ്പിൾസുമാണ്. പിന്നെ ഉള്ളത് പറയുന്നത് നാച്ചർ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇറ്റ്സ് ഡെഫിനേഷൻ. ഇപ്പം നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്, അതായത് A+B എന്ന റിയാക്റ്റൻറ്റും C+D എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുമാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാൽ the reaction between A and B to yield C and D. That means A+D to C+D, which is we call forward reaction. അതിന് A+B റിയാക്ട് ചെയ്തിട്ട് C+D എന്ന പ്രൊഡക്റ്റ് ഉണ്ടാണ്. ഈ റിയാക്ഷൻ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. ദ റിയാക്ഷൻ വിച്ച് C and D to yield A and B which we call backward reaction. അതുപോലെ തന്നെ ഈ C and D റിയാക്ട് ചെയ്തിട്ട് A+B ഉണ്ടാകുന്ന ഈ റിയാക്ഷന് പറയുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ ഏത് കേസിലാണ് ഈ ഫോർവേഡ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ബാക്ക്വേർഡ് റിയാക്ഷൻ, അതിന് പറയുന്നതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് വിച്ച് ബോത്ത് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് വിത്ത് ഈക്വൽ റേറ്റ് വിത്തൗട്ട് ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് കോമ്പോസിഷൻ ഓഫ് ദി സിസ്റ്റം. അതായത് അതിൻ്റെ കോമ്പോസിഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ ഏത് കേസിലാണ്, ഏത് സ്റ്റേജിലാണ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ, അതിന് പറയുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്കാണ്. 6 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച്. The important characteristics of the state of chemical equilibrium are the following. പിന്നെ ഫസ്റ്റ് വൺ ഈസ് പറയുന്നത് ഇറ്റ് ഈസ് കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. അതായത് പിന്നെ ടു ഒപ്പോസിങ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വിത്ത് ഈക്വൽ റേറ്റ്സ്. അതായത് പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ ഫോർവേഡ് റിയാക്ഷനും അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷനും സൈമിൾട്ടേനിയസ്ലി ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് വിത്ത് ഇൻ ഈക്വൽ റേറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് നോ അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓർ അതർ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിത്ത് ടൈം. അതായത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ ആ സ്റ്റേജിൽ ദർ ഈസ് നോ അപ്പാരൻറ്റ് ചേഞ്ച്, അതോട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല ഫോർ കോമ്പോസിഷൻസ് ആൻഡ് അതർ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിത്ത് ടൈമിന് പിന്നെ ഒരു പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. if disturbed slightly by some external factors. ഇപ്പം ഈ കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്താൽ ഇറ്റ് റീ അഡ്ജസ്റ്റ് വിത്ത് ചേഞ്ച് ഇൻ ദ കണ്ടീഷൻ. അപ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്യും, അതിൻ്റെ കണ്ടീഷൻ മാറ്റിയിട്ട് ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ റിട്ടേൺസ് തിരിച്ചു വരും സ്പോണ്ടേനിയസ് ആയിട്ട് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വേഗം തിരിച്ചു വരും ചെയ്യും. എപ്പോൾ വെൻ ദ ഡിസ്റ്റർബിങ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് അവിടെ ഒരു ഡിസ്റ്റർബിങ് ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഡിസ്റ്റർബിങ് ഫോഴ്സ് ആ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് പറയുന്നത്.
പിന്നെ if it can be attained from either side provide the amount of reactants and properly chosen. Okay, it represents the stage at which the Gibbs energy change, that means delta G for the reaction is 0. Chemical equilibrium സ്റ്റേജിൽ delta G, that means change in Gibbs energy of the reaction is 0 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നുള്ളത് ഇറ്റ്സ് ദ പൊസിഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇവരുടെ ഈ പൊസിഷനിക്ക് നമ്മളൊരു റിയാക്ഷനിലേക്ക് ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിയാക്ഷൻ്റെ കേസിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും അവർക്കത് അഫക്റ്റ് ചെയ്യില്ല. അതൊരു ഇറ്റ്സ് പൊസിഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അതായത് കൺസിഡർ എ ജനറൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എ പ്ലസ് ബി ടെൻസ് ടു സി പ്ലസ് ഡി. ഓക്കെ, ടേക്കിംഗ് പ്ലേസ് at constant temperature. Let concentration of A, concentration of B, concentration of C and concentration of D represent the respective molar concentration of A and B, C and D at equilibrium point. അതായത് ഈ ബോക്സിലാക്കിയിട്ടുള്ളത് ഇവരുടെയൊക്കെ മോളാർ കോൺസെൻട്രേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ലോസ് ഓഫ് മാസ് ആക്ഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഫോർവേഡ് റിയാക്ഷൻ ആകുമ്പോൾ നമ്മൾ ഈ എ പ്ലസ് ബി ആയിട്ട് എടുക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആകുമ്പോൾ സി പ്ലസ് ഡി. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് മാസ് ആക്ഷൻ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, ആർ എഫ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർവേഡ് റിയാക്ഷൻ ആകുമ്പോൾ നമ്മൾ എ പ്ലസ് ഡിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ K1 എടുത്തു. സോ K1 ആർ എഫ് ഈസ് ഈക്വൽ ടു ദ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇവിടെ K1 എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സി ആൻഡ് എ എടുക്കുക. സോ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സി ആൻഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ ആർ ബി എന്നിട്ട് പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റുമ്പോൾ ആർ ബി ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇവിടെ K2 എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഈക്വൽ റേറ്റിലാണ് നടക്കുന്നത് അറിയാൻ പറ്റും. സോ നമ്മൾ എന്താ ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ ബി എന്ന് ഇട്ടെടുക്കാം. ഇനി നമ്മൾ ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ ബി എന്ന് ഇട്ടെടുത്തു. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇട്ടെടുത്തു. സോ എന്നിട്ട് അവരുടെ ഇക്വേഷനിൽ കെട്ടിയ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്നിട്ട് എടുത്തു. എന്നിട്ട് ഈ K2 ഇങ്ങോട്ട് കൊണ്ടുവരും. സോ K1 ബൈ K2. എന്നിട്ട് ഇവിടെ സി കോൺസെൻട്രേഷൻ ഓഫ് സി ആൻഡ് ഡി ഉണ്ട്, ഇതിവിടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് കിടക്കുകയാണ്. സോ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. സോ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ബൈ എന്ന് പറഞ്ഞിട്ട് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എഴുതി കൊടുത്തു. സോ നമ്മൾ K1 ഇൻറ്റു K2 എന്ന് പറഞ്ഞാൽ KC ആക്കിയിട്ട് എടുത്തു. സോ KC ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി by concentration of A into concentration of B, where Kc is K1 by equal to K1 by K2 is another constant is known as equilibrium constant. അപ്പോൾ ഈ കേസിക്ക് പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. K1 എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് ഓഫ് പറഞ്ഞു റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, K2 എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, അതായത് KC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ ഫോർവേഡ് reactions to that of backward reactions. Okay, then for a reaction എന്നിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു നമ്പർ ഓഫ് മോൾസ് ആണ് ഇക്വേറ്റ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ A and B എന്നൊക്കെ പറഞ്ഞാൽ then the above expression represent the law of chemical equilibrium. Okay.